വയനാട്ടിലെ കള്ളാടിയിലുണ്ടായ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി പലരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരന്തമുണ്ടായി 3 ദിവസം കഴിഞ്ഞിട്ടും പല ഭാഗങ്ങളിൽ നിന്നും മൃതദേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വിളിച്ചോതുന്നതാണ്. UDF സർക്കാർ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പോലും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. സർക്കാരിന് ഈ വിഷയത്തിൽ കയ്യടി നൽകുന്നുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മാത്രമല്ല, ദുരന്തത്തിൽ സർക്കാരിന് സഹായമായ ചില കാര്യങ്ങൾ ദുരന്തമുഖത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ദുരന്തബാധിതരെ അദ്ദേഹം ചേർത്ത് നിർത്തുന്നുമുണ്ട്. വയനാട് സംഭവിച്ചത് വയനാടിൻ്റെ മാത്രം ദുരന്തമല്ല, അത് കേരളം ഒന്നാകെ ഏറ്റെടുക്കുന്നതാണ്. വയനാടിനെ മുസ്ലിം ലീഗ് ചേർത്ത് നിർത്തും. നേരത്തെ മുണ്ടക്കൈ ചുരുൾമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ കുടുംബങ്ങൾക്ക് മനോഹരമായ വീട് വെച്ച് നൽകിയ പാർട്ടിയാണ് ലീഗ്. അവർ വെറും വാക്കു പറയില്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് വയനാട് ജനതയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ദുരന്തമുഖത്തെത്തിയ പാണക്കാട് തങ്ങൾക്ക് മുന്നിൽ വയനാട്ടുകാർ അവരുടെ ദുരിതം വിശദീകരിക്കുന്നുണ്ട്. ഇതോടെയാണ് കൂടെയുണ്ടെന്ന ഉറപ്പ് തങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വയനാടിന്റെ ദുരന്തമുഖത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗിന്റെ മന്ത്രിമാർ ഓടിയെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ദുരന്തമുഖത്ത് അവതരിച്ചിരിക്കുന്നത്. തങ്ങളുടെ വാക്കുകൾ ചേർക്കുന്നുണ്ട്, കേൾക്കാം. ചുരുൾമല ദുരന്തത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനം ലീഗ് നടത്തിയിട്ടുണ്ട്. ഇവിടെയും കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ സഹായം ഞങ്ങളിപ്പോൾ അവിടെ വന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. എത്രമാത്രം ദുരന്തത്തിൻ്റെ ആഴങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചുരമലയിലുണ്ടായിരുന്ന അത്രയ്ക്കൊരു കാഷ്വാലിറ്റി ഇവിടെ ഇല്ല, ദൈവം സഹായിച്ചുകൊണ്ട്. എന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഗവൺമെൻറ്റിന് ആ കാര്യങ്ങൾ വളരെ നല്ല നിലക്ക് ചെയ്യുന്നുണ്ട്. വയനാട്ടിലെ ദുരന്തം അത് വയനാട്ടുകാരുടെ മാത്രമല്ല, കേരളത്തിന് മുഴുവനും വേദനയായിട്ടാണ് അത് അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചുരൽമല ദുരന്തം നമുക്ക് മറക്കാറായിട്ടില്ല. അതിൻ്റെ കെടുതികൾ ഇപ്പോഴും അവിടെയൊക്കെ നിലനിൽക്കുകയാണ്. എന്നാൽ കേരളം ഒറ്റക്കെട്ടായിട്ട് അതിനൊക്കെ അതിജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ഗവൺമെൻറ്റിന് ചെയ്തു. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും അവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടക്കാണ് ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ തുരങ്കപാതയിൽ ഇത് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ദുരന്തം ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇവിടെ വന്നു. ഇപ്പോൾ തന്നെ മന്ത്രിമാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ശ്രീ അനിൽകുമാറും മറ്റൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇന്നലെ PWD മിനിസ്റ്ററും ഇവിടെ വന്നിരുന്നു. CM ഇവിടെ വന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ എന്താണോ ഇവിടെ ആവശ്യം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുക എന്നുള്ളതിനാൽ ലീഗിനും ഇവിടെ ദുരന്തത്തിൽ ഇരയായവരെ സഹായിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ലീഗിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അത് ലീഗ് എന്നുള്ള ഒരു പാർട്ടിയെ അഭിപ്രായമല്ലല്ലോ അവിടെ നോക്കേണ്ടത്. അവിടെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, പ്രകൃതിക്ക് എന്താണ്, നമ്മുടെ വികസനം ആവശ്യമാണ്. ഇപ്പോൾ തുരങ്കപാത എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കുന്നതിനുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് പ്രകൃതിയെ വേദനപ്പെടുത്തിക്കൊണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വികസനങ്ങളും മണ്ണിനെയും മനുഷ്യനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വികസനത്തിൻ്റെ നെട്ടോട്ടത്തിൻ്റെ പേരിൽ അത് മറക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഗവൺമെൻറ് ആ കാര്യത്തിൽ ശക്തമായ അന്വേഷണവുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് ഗവൺമെൻറ് തീരുമാനിക്കും. അന്വേഷണത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിനനുസരിച്ച് ഗവൺമെൻറ് ആ കാര്യത്തിൽ തീരുമാനിക്കും. മുണ്ടക്കൈ ചുരുൾമല ദുരന്തത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനം ലീഗ് നടത്തിയിട്ടുണ്ട്. ഇവിടെയും കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ സഹായം ഞങ്ങളിപ്പോൾ അവിടെ വന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. എത്രമാത്രം ദുരന്തത്തിൻ്റെ ആഴങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചുരമലയിലുണ്ടായിരുന്ന അത്രയ്ക്കൊരു കാഷ്വാലിറ്റി ഇവിടെ ഇല്ല, ദൈവം സഹായിച്ചുകൊണ്ട്. എന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഗവൺമെൻറ്റിന് ആ കാര്യങ്ങൾ വളരെ നല്ല നിലക്ക് ചെയ്യുന്നുണ്ട്.